ഹലോ ഗായ്സ്, ഞാനാണ് ഗെയിമിംഗ് മെറോസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മിഡീവിയൽ സാമ്രാജ്യത്തിൻ്റെ എപ്പിസോഡ് 2 ഇന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഗൈസ്, ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തെയ്യമെന്ന് പറഞ്ഞുകൂടാ, അത് വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് സ്പോർട്സിൻ്റെ ഫുഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വുഡ് പില്ലേഴ്സ് അടയാളപ്പെടുത്താം. ഇവിടെ ഒന്ന്, പിന്നെ ഒരു 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊന്ന്, വീണ്ടും 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊന്ന്, പിന്നെ നമ്മളൊരു 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെയും ഒന്ന്, പിന്നെ ഇവിടെ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്യാം, പിന്നെ 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊന്ന്. ഇനി നമുക്ക് ഈ ബ്ലോക്കിൻ്റെ നേരെ വെച്ചാൽ മതി ഗൈസ്. ഇവിടെയല്ല, ഇവിടെ. അങ്ങനെ നമ്മൾ ഈ സ്ട്രക്ചർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു 4 ബ്ലോക്ക് പൊന്തിക്കാം. 1 2 3 4. ഇതുപോലെ ഞാൻ എല്ലാ പില്ലേഴ്സും ഞാനിങ്ങനെ പൊന്തിച്ചിട്ട് വരാം ഗായ്സ്. അങ്ങനെ എല്ലാ പില്ലേഴ്സും ഞാൻ പൊന്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പില്ലേഴ്സ് എല്ലാം അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് വരാം ഗായ്സ്. അങ്ങനെ ഈ പില്ലേഴ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാളിന് വേണ്ടിയിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ട് വരാം. ഈ 2 സ്പേസിലായിരിക്കും നമ്മുടെ ഡോർ വരാൻ ഗൈസ്. അതുകൊണ്ട് നമുക്ക് 4 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 4 ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെയും കൂടിയും നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കാം. ഗൈസ്, എന്നാൽ ഞാൻ ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, ഞാനങ്ങനെ കോബിൾ സ്റ്റോണെല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ മഴയും പെയ്യാൻ തുടങ്ങി ഗൈസ്. പിന്നെ നമ്മൾ ഈ 4 സൈഡിലും വിൻഡോ വരും. ഇനി നമുക്ക് ഈ ഫ്ലോറ് റീപ്ലേസ് ചെയ്യാം. അതിന് നമ്മൾ എടുക്കുന്നത് ഓക്കാണ് ഗൈസ്. അതിന് മുന്നേ ഞാനിവിടെ അയണ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. കേവ് പോയിട്ട് അവിടെയുള്ള ഒരു കേവില്ലേ, ഇതാ ഒരു വലിയ കേവ്, ഇതല്ല, ഇതാ ഇവിടെ ഉള്ള വലിയ കേവ് പോയിട്ട് ഞാൻ അയണെല്ലാം മൈൻ ചെയ്യാൻ പോയി. അങ്ങനെ എനിക്ക് 34
അയൺ കിട്ടിയിട്ടുണ്ട്. അതിനെ കൊണ്ട് നമുക്കൊരു സ്റ്റോൺ കട്ടർ ഉണ്ടാകാം ഗൈസ്. അതിന് 3 കോബിൾ സ്റ്റോൺ വേണം. നമുക്കത് സ്മെൽറ്റ് ചെയ്യാനിടാം. അതവിടെ നിന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് അയൺ ആമറിലേക്ക് മാറാൻ പറ്റുമോ നോക്കാം. ഗൈസ് ഇവിടെ അപ്പോഴത്തേക്ക് സോംബിയെല്ലാം സ്പോണായി. തണ്ടർ സ്റ്റോമാണ് ഗൈസ്. ഒരു ഡെത്ത് ഇപ്പം എന്തായാലും പ്രതീക്ഷിക്കേണ്ടി ഞാൻ. ഒരിക്കൽ ബെഡ് പൊട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബെഡ് പൊട്ടിച്ച് റൺ. നമുക്കിവിടെ കിടന്നുറങ്ങാം. റണ്ണീതോ ജസ്റ്റ് മിസ്സാണ്. നമ്മളിപ്പം ചാവും വേണം. നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഈ ഷീപ്പിനെ തട്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി തിന്നു. വെറും വൺ ഹേർട്ട് ഗൈസ്. ഒരിക്കൽ തുമ്മിയാൽ പോലും ഞാൻ ചത്തു. ഞാനവിടെ കുഴി കണ്ടിട്ടില്ലേനും ഗൈസ്. നമുക്ക് ഫുഡ് വേണം. നമ്മൾ ബെഡ് അടിയാണ് നമ്മൾ വെച്ചേ. താടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേനും ഗൈസ് അതൊരു തണ്ടർ സ്റ്റോമാണ്. നമുക്ക് ഫുൾ അയണാമറിലേക്ക് ഇനി മാറാം. ആദ്യം തന്നെ ഒരു ഷിയർ ഉണ്ടാക്കാം ഗൈസ്. അത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നേരം ആവശ്യപ്പെടും. പിന്നെ ഒരു ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്, പിന്നെ സേഫ്റ്റിക്ക് ഒരിതും കൂടി വേണം, ഷീൽഡ്. ഒട്ട് വേണം ഗൈസ് അതിന്. ഓട്ട് ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി അതെല്ലാം നമുക്ക് എടുത്തിടാം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്, ഷീൽഡ്. ബാക്കിയുള്ളതാണ് നമുക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക്
ആകെ റൂ ഫ്ലോർ സെറ്റ് ചെയ്യാം ഓക്കൊണ്ട്. ഞാൻ എന്നാൽ ഫ്ലോർ സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഞാനങ്ങനെ ഫ്ലോർ മൊത്തം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റെയറാണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ ചെയ്യാം. അതിന് നമുക്ക് കുറച്ച് സ്പൂസിൻ്റെ സ്റ്റെയർ എടുക്കാം. കുറച്ചും കൂടി വേണം ഗൈസ്. ഇതും കൂടി ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഈ ബർച്ച് വുഡ് എടുത്തിട്ട് നമുക്കിവിടെ കുറച്ച് പില്ലേഴ്സ് ഉണ്ടാക്കണം. കുറച്ചും കൂടി ബർച്ച് വുഡ് വാങ്ങാം ഗൈസ്. പോയി അവിടെ വെച്ചെടുത്തിട്ടും വരാം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ബീമും കൂടിയും കൊടുക്കാം. ഇവിടെ നമുക്ക് സ്റ്റോൺ കൊണ്ട് കവറും ചെയ്യാം ഗൈസ്.
എന്നിട്ട് ഇത് മുഴുവൻ നമുക്ക് സ്ട്രിപ്പ് ചെയ്യണം. നമുക്കൊരു എക്സ്ട്രാ ഉണ്ടാക്കണം ഗൈസ്. ഗൈസ് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫർണസ് റൂം സെറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇങ്ങനെ ഇവിടെ ഫർണസ് റൂം ആക്കാൻ പറ്റും. ഇനി നമുക്ക് റൂഫ് ചെയ്യണം. അതും ഫുൾ ഓക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. ഗൈസ് ഞാൻ ഇവിടെ ഫുള്ള് റൂഫ് ചെയ്തു. വീണ്ടും മഴ പെയ്തു ഗൈസ്. ഇതെന്തിടങ്ങാറാ. പിന്നെ ഞാൻ ഇവിടെ ഒരു വരി കോബിൾ സ്റ്റോൺ വെച്ചിട്ടില്ല. ഞാൻ ഇത് കുറച്ച് മുന്നോട്ടായിട്ട് ഇത് ഞാൻ ബാക്കോട്ടാക്കി. അത് അവിടെ ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ട് എന്തോ പോലെ അവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കി. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ വീണ്ടും പില്ലേഴ്സ് കെട്ടണം. ഇപ്പോൾ നമ്മൾ താഴെ കെട്ടി അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും കെട്ടുന്നത്. അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. ഞാൻ ഇവിടുത്തെ പില്ലേഴ്സ് എല്ലാം സെറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ ക്രോസായിട്ട് ഇങ്ങനെ പില്ലേഴ്സ് കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കണം. അതും കൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അതും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ ബർച്ച് വുഡ് നിറക്കാം ഗൈസ്. ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടത്. എൻ്റെ ഡിസൈൻ ഞാൻ ചെറുങ്ങനെ മറന്നുപോയി. ഞാൻ അത് ശരിയാക്കിയിട്ട് ഇപ്പം വരാം ഗൈസ്. ഇപ്പം ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വാള് സെറ്റ് ചെയ്യാം ബർച്ചുകൊണ്ട് ഗൈസ്. ഞാനങ്ങനെ വാള് മൊത്തം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബർച്ച് വെച്ചിട്ട് ഫുള്ള് സ്ട്രിപ്പും ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു ബോറടിക്കുന്ന പണിയായിരുന്നു ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീട് കാണാൻ ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഫ്ലോർ വേണം. അതായിരിക്കും നമ്മൾ ബെഡ്റൂം. പക്ഷെ അത് നമ്മൾ സ്റ്റെയർ ആയിരിക്കൂല. ഇതായിരിക്കും ലേഡർ വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അളവെടുക്കണം. ഈ ജനലിൻ്റെ നേരെയാക്കാം. ഒരു 5ാമത്തെ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക്, അതിൻ്റെ നേരെ ഈ ജനലിൻ്റെയോ ഇവിടെ ആയിരിക്കും. ഇവിടെ വേണ്ട, നമുക്ക് അപ്പുറമാക്കാം. മുകളിലോട്ടേക്ക് ലേഡർ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 4 ബ്ലോക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് അടുത്തേക്ക് ഒരു ബ്ലോക്കും കൂടി നമുക്ക് പൊക്കി വെക്കണം. ഇങ്ങനെ വെച്ചുകൊണ്ടോണം ഗൈസ്. എന്നിട്ട് ഇവിടുന്ന് തിരിക്കണം. ഇവിടം വരെ കൊണ്ടെത്തിക്കണം. രാത്രിയായി, നമുക്ക് ഉറങ്ങാം. ഇനി നമുക്ക് വീണ്ടും അത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കണം. തിരിച്ച് വെച്ചെടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഫുള്ള് ഓക്ക് വെച്ച് ചേർക്കാം. അങ്ങനെ ഓക്ക് പ്ലാങ്ക്സ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതാ ഒരിക്കലും നടക്കാത്തതെന്ന് വിചാരിച്ചാൽ അതിപ്പം തന്നെ നടന്നിട്ട്. ഇനി നമുക്ക് ഈ മുകളിലോട്ടൊന്നും കൂടി കയറാം. ഇവിടെ ഇത് നമ്മൾ ഫില്ലാക്കി വെച്ച് കൊടുക്കാം. എന്താ നമ്മളിങ്ങനെ മുഴുവനും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പില്ലേഴ്സ് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു 4 ബ്ലോക്ക് പോയി. 1 2 3 4. ലക്ക് ഗൈസ്, ഇതെല്ലാണ് ലക്ക്. ഇത് അൺലക്ക്. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. കുറച്ച് ലേഡർ ഉണ്ടാക്കിയിട്ട് പോവാം. എന്നാണ് ചാവാണ്ടിരുന്നതിന് ഒരു ചാവൽ ഈ എപ്പിസോഡിൽ ഒരു നിർബന്ധമാണല്ലോ. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഞാൻ മിസ്ക്ലിക്കെല്ലാം ചെയ്തു പോകുന്നേരം.
അങ്ങനെ ലേഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കയ്യ പശുവിനെ ആടി ഞങ്ങൾ കൊന്നാളെ ഫുഡില്ല. നമുക്ക് നമ്മളെ പണിയിലേക്ക് തിരിച്ചു പോവാം. ഇട്ടിട്ട് നമുക്ക് ഫുള്ള് പൊട്ടിക്കാം. നമുക്ക് വീണ്ടും നമ്മളെ പില്ലേഴ്സ് ഉണ്ടാക്കാം. എത്ര ബ്ലോക്കിന്? 4 ബ്ലോക്കല്ലേ? 1 2 3 4. ഒന്ന് 2 3 4. ഒന്ന് 2 3 4. നമുക്ക് അത് കണക്റ്റും ചെയ്യാം. പിന്നെ ഇവിടെ ഒന്നും വെക്കണ്ട. ഇവിടെയും കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് മൊത്തം കണക്ട് ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ വരാം ഗൈസ്. അത് മൊത്തം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടേണം. ഇവിടെയും കൂടിയും അങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ എൻ്റെ വിൻഡോ വരും. എന്നിട്ട് ബാക്കി 3 സൈഡിലും നമുക്ക് ബെർച്ച് വെച്ച് കൊടുക്കണം. ബെർച്ച് ഞാൻ നല്ലോണം ടയേർഡായി. ഞാൻ സ്കൂൾ വിട്ട് വന്ന അവിടാണ്.
ഇതും കൂടി ഞാൻ പ്ലേസ് ചെയ്യട്ടെ ഗൈസ്. എൻ്റെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം ഗൈസ്. ഞാൻ അങ്ങനെ വാളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ടയർഡായി ഗൈസ്. ഞങ്ങൾക്ക് ബാക്കിയും കൂടി ചെയ്യാൻ കഴിയുന്നില്ല. അത് നമുക്ക് റൂഫും വിൻഡോസും മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതും ഡീറ്റെയിൽസും ചെയ്യൂല നമ്മൾ. അത് രണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് ഒരു എപ്പിസോഡിലായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ ഗെയിമിംഗ് മെറോക്സ്. ആരും പോലെ നിങ്ങൾക്ക് ഇത്രയും ചെയ്തിട്ടുള്ള ലുക്ക് കാണണ്ടേ? അതും കൂടി കണ്ടിട്ട് പോര്. ഞാൻ പിന്നെ ഇത്രയും ചെയ്തത് വെറുതെ ആയി പോകില്ല. ഇതാണ് അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് ഇതായത്. ഇങ്ങനെയാണ് ഇപ്പം കാണാനുള്ളത്. ഇനി റൂഫെല്ലാം വന്നാൽ കാണാൻ നല്ല രസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പോട്ടെ.